ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും സർവേശ്വരൻ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ അനുകൂലമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പരിപാടി ആരംഭിക്കാം. ഇന്ന് 1201 ആണ്ട് മകരമാസം 21 തീയതി 4/2/2026. ഇന്ന് നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പതുപോലെ ആരംഭിക്കാം. മേടക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അധ്വാനമുള്ളൊരു ദിവസമായിരിക്കും. ഓട്ടത്തിനിടയിൽ പല കാര്യങ്ങളും വിട്ടുപോകാൻ സാധ്യതയുണ്ട്. മറവി മൂലം പല നഷ്ടങ്ങളും വരുവാനായിട്ട് സാധ്യതയുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ബാങ്കിൽ ജോലി ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കുക. കൈനഷ്ടം വരാനൊക്കെ സാധ്യതയുണ്ട്. ആരോപണങ്ങൾക്ക് വിധേയരാകാൻ സാധ്യതയുണ്ട്. നിയമപരമായ ചില പ്രശ്നങ്ങൾ ചെന്നുവിടുവാനും സാധ്യതയുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന സംരംഭങ്ങളിൽ തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി ധനം ചെലവാക്കുവാനും സാധ്യത കാണുന്നു. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതായി കാണുന്നു. അതേപോലെ സ്വന്തം ആളുകൾക്കുണ്ടായിരുന്ന കഷ്ടതകൾക്കും ബുദ്ധിമുട്ടുകൾക്ക് അറുതി വരുന്നതായിട്ടും കാണുന്നു. വൈകുന്നേരത്തോടുകൂടി വളരെ ആശ്വാസകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം. തിരക്ക് മൂലം ആവശ്യമുള്ള ഔഷധ സേവയൊന്നും മുടക്കാതെ ഇരിക്കുക. അപ്രതീക്ഷിതമായ ചില അസുഖങ്ങൾ വരാനും ഒക്കെ സാധ്യതയുണ്ട്. ബ്ലഡ് പ്രഷർ ഉള്ളവർ ഒക്കെ അത് അധികരിക്കാനും അല്ലെങ്കിൽ ഷുഗർ ഉള്ളവർക്കത് അധികരിക്കാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായിരിക്കും. നിയമപാലകർക്കും അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിന് അയവ് വരുത്തുന്ന രീതിയിലുള്ള ചികിത്സാ രീതികൾ ലഭിക്കുന്നതാണ്. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട്. കൊടുത്തിരിക്കുന്ന കിട്ടാത്ത കടങ്ങളൊക്കെ തിരിച്ചു കിട്ടാനൊക്കെയുള്ള വഴി തെളിഞ്ഞു വരുന്നതാണ്. അതേപോലെ ശാരീരികമായ അഭിവൃദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ പുഷ്ടിക്ക് വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള പുതിയ സംരംഭങ്ങൾ തിരിഞ്ഞു വരികയും മനസ്സിനും ശരീരത്തിനുമൊക്കെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹാധികാരികൾക്ക് വേണ്ടി അന്വേഷിക്കുന്നവർക്ക് ഇന്ന് തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. കലാകാരന്മാർക്ക് ഏറ്റവും നല്ല ദിവസമായിരിക്കും ഇന്ന്. പ്രത്യേകിച്ച് എഴുത്തുകാർക്കും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും ഒക്കെ ഏറ്റവും നല്ല ദിവസമായിരിക്കും. ആധാരം എഴുത്ത് മുതൽ ഉള്ള എല്ലാ എഴുത്തുകുത്തുകളും ഇതിൽ പെടുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇടപാടുകൾ നടത്തുന്നവർക്ക് ഇന്ന് അത് സാധിക്കുവാനുള്ളൊരു വഴി തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പുതിയ മേഖലകളിൽ പ്രവേശിക്കുവാനോ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനോ ഒക്കെ സാധ്യതയുണ്ട്. പുതിയ ഗ്രഹം വാങ്ങുവാനോ അല്ലെങ്കിൽ വസ്തു വാങ്ങുവാനോ വാഹനം വാങ്ങുവാനോ ഒക്കെയുള്ള വഴി തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങൾക്ക് വളരെ ആശ്വാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് മനസ്സമാധാനം ഉണ്ടാകുന്ന ദിവസമായിരിക്കും. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്കോ അല്ലെങ്കിൽ പിൽഗ്രിമേജിനോ ഒക്കെ പോകാനായിട്ട് സാഹചര്യം തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സം നേരിടുന്നതായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണെങ്കിലും ദോഷാധിക്യമാണ് കാണുന്നത്. യുവാക്കൾക്ക് ഇന്നത്തെ ദിവസം വളരെ ബുദ്ധിമുട്ടുകളായ പല അനുഭവങ്ങൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. പഠനത്തിലുണ്ടാകുന്ന ചില വൈഷമ്യങ്ങൾ മൂലമോ അല്ലെങ്കിൽ വീഴ്ചകൾ മൂലമോ വാണിങ്ങുകൾ ലഭിക്കുവാനൊക്കെ സാധ്യതയുണ്ട്. പരാജയത്തിലേക്ക് നയിക്കുന്ന ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വരാൻ സാധ്യത കാണുന്നു. അതേപോലെ അമിതമായ സ്പീഡിൽ വാഹനം ഓടിക്കാതെ ഇരിക്കുക. വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ചില അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ വാഹനം ഓടിക്കുക. ഹെൽമറ്റ് അല്ലെങ്കിൽ സുരക്ഷകളൊക്കെ ബെൽറ്റുകളൊക്കെ
ടൈറ്റൻ ചെയ്ത് ഇടാനൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ചില അപകട സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കുകയും ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുകയും ചെയ്യുക. ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതായത് ഗ്രഹോപകരണങ്ങൾ അല്ലെങ്കിൽ പണി ചെയ്യാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, ഇതിൽ നിന്നൊക്കെ ക്ഷതമേൽക്കാനൊക്കെ സാധ്യതയുണ്ട്. വളർത്തു മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ ഫാം ഹൗസുകളൊക്കെ നടത്തുന്നവർക്ക് അവയിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും നായ്ക്കളുടെ ദംശനമേൽക്കാനും കടിയേൽക്കാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. സന്ധ്യാസമയങ്ങളിൽ യാത്ര ചെയ്യുന്നത് ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും ഒഴിവാക്കുക. സർപ്പദംശനമേൽക്കാൻ വരെ സാധ്യതയുള്ള ഒരു വിഷസംയുക്തമായ ഒരു ദിവസമായിരിക്കും ഈ കൂറുകാർക്ക് ഇന്ന്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി വരുന്നത് കണ്ട് സന്തോഷിക്കാൻ സാധ്യതയുണ്ട്. തൊഴിലിൽ പരാജയം നേരിടുന്നവർക്ക് അതിന് വിപരീതമായ ഒരു ദിശയിലേക്ക് സഞ്ചരിക്കുവാനും കുറച്ചുകൂടി ആത്മവിശ്വാസം ലഭിക്കുവാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. ചെറിയ ജോലികൾ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇരുന്നുള്ള ജോലി ചെയ്യുന്നവർക്കൊക്കെ, അംഗവൈകല്യം മൂലമൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഏതെങ്കിലും രീതിയിൽ അപ്രതീക്ഷിതമായ ഭാഗ്യമോ അംഗീകാരമോ ഒക്കെ ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണകരമായ അനുഭവങ്ങളായിരിക്കുകയില്ല ഉണ്ടാവുക. നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധങ്ങളെല്ലാം അനർത്ഥത്തിലേക്ക് വരുന്ന ഒരവസ്ഥയിൽ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പുതിയതായി പരിചയപ്പെടുന്ന ആൾക്കാരെ വളരെ ശ്രദ്ധിക്കുക. മാർക്കറ്റിംഗ് നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം പരാജയമുണ്ടാകുന്ന ദിവസമാണ്. അതുപോലെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വൈകുന്നതായി അനുഭവപ്പെട്ട മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കമിതാക്കൾക്ക് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാവുകയും കലഹങ്ങൾ ഉണ്ടാവുകയും അന്ധഛിദ്രത്തിലേക്ക് ബന്ധങ്ങൾ പോകുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. നിയമപാലകർക്ക് ഏറ്റവും നല്ല ദിവസമായിരിക്കും ഇന്ന്. നിയമം കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും നല്ല അനുകൂലമായിരിക്കും ഇന്നത്തെ ദിവസം. റിട്ടയർ ജീവിതം അനുഭവിക്കുന്നവർക്ക് വളരെയധികം സമാധാനമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ കച്ചവടക്കാർക്ക്, ലോഹനിർമ്മിതമായ വസ്തുക്കൾ കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം ലാഭകരമായ അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും അപകട സാധ്യത എല്ലാ വിഭാഗക്കാർക്കും ഉണ്ട് എന്നാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷകളുണ്ടാകുന്ന പല അനുഭവങ്ങളും പകൽ സമയത്ത് ഉണ്ടാവുകയും വൈകുന്നേരത്തോടു കൂടി അത് അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. ചില പണമിടപാടുകൾ വളരെയധികം ക്ലേശം അനുഭവിക്കേണ്ടതായിട്ട് കാണുന്നു. ധനം കടം കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ധനം കടം കൊടുത്താൽ തിരിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കിട്ടിയാൽ തന്നെ നുള്ളിപ്പിച്ചി എന്ന് പറയുന്ന പോലെയാണ് കിട്ടുക. അതുകൊണ്ട് ധനം കടം കൊടുക്കാൻ ഇന്നത്തെ ദിവസം ഒട്ടും അനുകൂലമല്ല. ധനം കടം വാങ്ങാനും ഒട്ടും അനുകൂലമല്ല. തിരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ചില ലോണുകളോ അല്ലെങ്കിൽ കടബാധ്യതകളോ ഒക്കെ വന്ന് കഷ്ടപ്പെടുന്നവർക്ക്, ജപ്തിയിലേക്ക് വരെ എത്തുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നവർക്ക് ഇന്ന് വളരെയധികം അനുകൂലമായ ഒരു തീരുമാനം ആ അധികാരികളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത്തരത്തിലൊരു മനസ്സമാധാനം ഈ കൂറുകാർക്ക് ഇന്നും ഉണ്ടാകുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. പുതിയ പ്രൊമോഷനുകളോ പുതിയ ജോലികളോ അല്ലെങ്കിൽ ജോലിയിലെ സാഹചര്യങ്ങൾ മാറിയിട്ട് ധനം കൈവരാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദേശവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമാണ്. പ്രത്യേകിച്ച് ഇറക്കുമതി കയറ്റുമതിയൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ദിവസമായിരിക്കും. മലഞ്ചരക്ക് വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് നല്ല കച്ചവടം ലഭിക്കുന്ന ദിവസമാണ്. കസ്റ്റംസ് പോലെയുള്ള അധികാരമുള്ള ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആനുകൂല്യങ്ങളുണ്ടാകുന്ന ദിവസമാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ കൈവരുന്ന ദിവസമായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ വൈകുന്നേരത്തോടു കൂടി ചില മാനസിക സംഘർഷങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട ഒരു അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്.
എന്നാൽ ചില പുതിയ അസുഖങ്ങൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് മനക്ലേശം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില കലഹങ്ങൾ ഉണ്ടാകുവാനും തർക്കങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. വാഹനങ്ങൾക്ക് ചില റിപ്പയറുകൾ വരുവാനൊക്കെ സാധ്യതയുണ്ട്. ധനം ചിലവാകുവാനൊക്കെ സാധ്യതയുണ്ട്. കടം കൊടുക്കുവാനോ കടം വാങ്ങുവാനോ പറ്റിയ ഒരു ദിവസമായിരിക്കില്ല ഇന്ന്. ജപ്തി വരെ എത്തിയിരിക്കുന്ന കടബാധ്യതകൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹാധികാര്യങ്ങൾക്ക് തീരുമാനിച്ചിരിക്കുന്നവർക്ക് അത് മുൻപോട്ട് പോകും എന്നുള്ള അനുകൂലമായ മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട്. കമിതാക്കൾക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ ഉള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമാണ്. എഴുത്തുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. കലാകാരന്മാർക്ക് വളരെയധികം അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷപ്രദമായ ഒരു ദിവസമായിരിക്കും. ഉത്രാടം നക്ഷത്രക്കാർക്ക് അത്ര തന്നെ ഗുണകരമായ ദിവസമായിരിക്കുകയില്ല. ചെറിയ അപകടങ്ങളോ വീഴ്ചകളോ ധനനഷ്ടമോ ഒക്കെ വരുവാനായിട്ട് സാധ്യത ഉള്ളതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും വളരെയധികം അനുകൂലമായിരിക്കും. വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി സംസാരിക്കുകയും അവരുമായി ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ബന്ധുജനങ്ങളുമായി സംസാരിച്ച് ചർച്ച ചെയ്ത് ചില കാര്യങ്ങൾക്ക് തീരുമാനം കൈക്കൊള്ളുന്നതും ഇഷ്ടജനങ്ങളെ കാണാനും ഒക്കെയുള്ള സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. പുണ്യസ്ഥലങ്ങൾ ദർശിക്കുവാനും പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമായിരിക്കും. വിദ്യാഭ്യാസ മേഖലയ്ക്കും അനുകൂലമായ ദിവസമായിരിക്കും. ആരോഗ്യ മേഖലയിലും പൊതുമേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം പകുതിയോളം ഉച്ചയോളം വളരെയധികം പ്രതീക്ഷകൾ നിറഞ്ഞാണ്. പല കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റും. എഴുത്തുകാർക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളും നേരിടേണ്ടതായി കാണുന്നു. പുതിയ ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ ആരംഭം ഇന്ന് അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ചികിത്സയിലൂടെ അത് ഭേദാകുമെന്ന ഒരു വിശ്വാസം വൈകുന്നേരത്തോടു കൂടി ഉടലെടുക്കുന്നതാണ്. അതേപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായിട്ട് കാണുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്ന ബന്ധുക്കൾക്കും അത്ര തന്നെ ഗുണകരമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ഉചിതമായ ചില കാര്യങ്ങൾ വന്ന് ഭവിക്കുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യകരമായ ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാനും അതുപോലെ ഔദ്യോഗിക രംഗത്ത് മാറ്റങ്ങൾ വരുത്തുവാനുമൊക്കെ തങ്ങളുടെ സഹായവും സാന്നിധ്യവും ആവശ്യമാണെന്ന് കണ്ട് അഭിമാനം കൊള്ളുവാനുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ഏറ്റവും ഉചിതമായ ബന്ധങ്ങൾ ഉണ്ടാകുവാനും അതേപോലെ ഏറ്റവും ഉന്നതന്മാരുമായിട്ട് ആശയവിനിമയം നടത്താനുമൊക്കെയുള്ള അവസരങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമാണ്. എഴുത്തുകാർക്ക്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്, ആധാരം എഴുത്തുകാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഏത് തരത്തിലുള്ള എഴുത്തുകാർക്കും വളരെ അനുകൂലമാണ്. ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇത്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, നൃത്തം, നാടകം തുടങ്ങിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായിരിക്കുകയില്ല. ചില വിമർശനങ്ങളോ ചില ആരോപണങ്ങളോ ഒക്കെ നേരിടേണ്ടതായി വന്നേക്കാം. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ചില മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്തുണ്ടാകുന്നത് അല്ലെങ്കിൽ നിയമപരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഭയം കൊണ്ട് മനസ്സ് അസ്വസ്ഥമാകുവാനും മാനസികമായി തളരാനുമൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി അതിനെല്ലാം ആശ്വാസം വരുന്ന രീതിയിലുള്ള അനുകൂലമായ മറുപടികൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. ബന്ധുക്കളുമായി
കൂടിയാലോചിച്ച് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി കെട്ടുറപ്പുണ്ടാകും എന്നുള്ള ഒരു ആത്മവിശ്വാസം വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന് നിയമപരമായ ജോലി ചെയ്യുന്നവർക്ക്, അതേപോലെ IT ഫീൽഡിലുള്ളവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായി കാണുന്നു. ജലാശയവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഒക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.